വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 66ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തിരുസഭയെക്കുറിച്ചുള്ള ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയുടെ പൊതു സ്വഭാവത്തെക്കുറിച്ചാണ്. പുതിയ കമ്മീഷനെ നിശ്ചയിച്ചു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു. ഈ പുതിയ കമ്മീഷൻ്റെ വെളിച്ചത്തിൽ പല ചർച്ചകളുമുണ്ടായി. അതുകൊണ്ട് സഭയുടെ സ്വഭാവത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ടായി. അതായത് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന സഭ എന്നതിന് പകരം താഴെ നിന്ന് മുകളിലേക്ക് നോക്കുന്ന സഭ എന്നൊരു നിർവചനത്തിലേക്ക് സഭാപിതാക്കന്മാരെത്തി. അതായത് തിരുസഭ എന്ന രഹസ്യം ദൈവജനമാണ് സഭ. ദൈവജനത്തെ നയിക്കാൻ, ദൈവജനത്തെ സഹായിക്കാൻ ഇടയധർമ്മത്തോടുകൂടി പുരോഹിതർ, മെത്രാന്മാർ, മാർപ്പാപ്പ അങ്ങനെ ഉള്ള ശുശ്രൂഷകളുണ്ട്. മുകളിൽ നിന്നും താഴേക്ക് നോക്കുന്ന സഭ എന്നൊരു നിർവചനം. സഭ ദൈവജനമാണെന്നുള്ള നിർവചനത്തെ കർദിനാൾ ഒട്ടാവിനിക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് ദൈവശാസ്ത്രജ്ഞർ പലരും പറയുന്നുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് ഇടവകയിലൊന്നും ജോലി ചെയ്യാതെ റോമൻ കുരിയിൽ മാത്രം ജോലി ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഒട്ടാവിനി. ഇടവകയിൽ ജോലി ചെയ്യുകയും ഇടവക ജനത്തിൻ്റെ സ്വരം കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ഇടവകയുടെ സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിനനുസൃതമായ ഒരു സഭാ നിർവചനത്തെ രൂപീകരിക്കാനായിട്ട് ഇടയന്മാർക്ക് സാധിക്കുക. ഈ പുതിയ നിർവചനത്തെ, സഭയെക്കുറിച്ചുള്ള നവമായ കാഴ്ചപ്പാടിന് ഒട്ടനവധി മറ്റ് നിർവചനങ്ങളും ഒപ്പം സഭയ്ക്കുണ്ട്. അതിനെയൊക്കെ സ്വാധീനിച്ച സഭാപിതാക്കന്മാരിൽ പ്രമുഖരായിരുന്നത് എക്യുമെനിസത്തിൻ്റെ കമ്മീഷൻ്റെ പ്രസിഡൻ്റായിരുന്ന കർദിനാൾ ബേയ, അതുപോലെ തന്നെ കർദിനാൾ ആൽഫ്രിങ്ക്, വിയന്നയുടെ കർദിനാളായിരുന്ന കർദിനാൾ ക്യോണിക്, മ്യൂണിക്കിൻ്റെ കർദിനാളായിരുന്ന കർദിനാൾ ഡോഫിനർ, അതുപോലെ തന്നെ കൊളോണിൻ്റെ കർദിനാളായിരുന്ന കർദിനാൾ ഫ്രിൻസ്, ബ്രസൽസിൻ്റെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ സൂനൻസ്, അതുപോലെ തന്നെ മിലാൻ്റെ ആർച്ച് ബിഷപ്പും പിന്നീട് മാർപ്പാപ്പയുമായിരുന്ന കർദിനാൾ മുണ്ടിനി. ഈ പിതാക്കന്മാർ വളരെ സജീവമായി ചർച്ചകളിൽ പങ്കെടുത്തു. ഈ പിതാക്കന്മാരുടെയൊക്കെ ചർച്ചകളുടെയൊക്കെ വെളിച്ചത്തിലാണ് പഴയ കമ്മീഷനെ മാറ്റി പുതിയ കമ്മീഷനെ രൂപീകരിക്കുകയും പുതിയ കമ്മീഷൻ്റെ വെളിച്ചത്തിൽ പഴയ നിർവചനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വ്യത്യസ്തമായി സഭയെക്കുറിച്ച് വളരെ നവമായ ഒരു കാഴ്ചപ്പാട് കാണിച്ചു കൊടുക്കുകയും അതുവഴി സഭ ദൈവജനമാണ് എന്ന സങ്കല്പത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രമാണരേഖ രൂപീകൃതമാവുകയും ചെയ്തത്.